സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കാനാകുമെന്ന് KSEB. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പമ്പിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് വൈദ്യുതി ബോർഡ് നിർദ്ദേശിച്ചു. രാത്രി 12 മണി വരെ പമ്പിംഗ് നടത്തരുത് എന്നാണ് നിർദ്ദേശം. 2027 ഉപയോഗിക്കേണ്ടത്ര വൈദ്യുതി കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുവെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, ഇതുവരെ വലിയ പ്രതിസന്ധി എന്നാണ് ബോർഡ് പറഞ്ഞത്. ഇപ്പോൾ 10 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദിവസത്തിനകം സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകും, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് KSEBക്കുള്ളത്. ഇന്നലെ ചേർന്ന KSEBയുടെ യോഗവും ഇത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് എത്തിയത്. ഇതിനിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് വേനൽ മഴ ഉണ്ടാകും എന്ന ഒരു അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചൂട് കുറയുകയും അതോടൊപ്പം തന്നെ വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് KSEB ഇപ്പോൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ സംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് കൂടുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാനാകും. അതുവരെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്ന ബോർഡ് കഴിഞ്ഞ ദിവസം തന്നെ ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു. അക്കാര്യത്തിൽ തീരുമാനവുമായിരുന്നു. വൻകിട വ്യവസായശാലകൾക്ക് രാത്രികാലങ്ങളിൽ പവർ കട്ട് മാതൃകയിലുള്ള നിയന്ത്രണമാണ് KSEB കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ്, വിവിധ സ്റ്റേഷനുകളിലുള്ള പമ്പിംഗ് ഈ സമയത്ത് രാത്രികാലങ്ങളിൽ, അതായത് പീക്ക് സമയത്ത് ഒഴിവാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട്. രാത്രി 12 മണി വരെ ഈ പമ്പിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന് കാരണമായി പറയുന്നത് വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെയാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ പമ്പിംഗ് ഒഴിവാക്കിയാൽ തന്നെ ലൈനുകൾ ഡ്രിപ്പ് ആകുന്നത് ഒഴിവാകും എന്നുള്ളതാണ് KSEB ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. വേണം ശരി, വൈദ്യുതി പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കാൻ കഴിയുമെന്ന് ബോർഡ്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.